നമസ്കാരം രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഒരു ഒഴിച്ച് കറിയാണ്. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന്. വേറെ ഒന്നുമല്ല, ചേമ്പാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചേമ്പിൻ്റെ ഒരു സിമ്പിളായിട്ട് ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും ചേമ്പ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കറി ആകാമെന്ന്. അപ്പം നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെയുള്ളതെന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ 2 ചേമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് തൊലി കളഞ്ഞ് കട്ട് ചെയ്യാം. കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പം ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 വിസിൽ കൊണ്ട് വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേവിക്കാം. ഇനി നമ്മൾ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇത് നമ്മൾ അരച്ചെടുക്കാന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്തല്ല കേട്ടോ അരച്ചെടുക്കുന്നത്. ഞാൻ തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് പുളിയുള്ള ഒരു നല്ല പുളിയല്ല, ഒരു കപ്പോളം അത്യാവശ്യം പുളിയുള്ള തൈര് ചേർക്കുന്നുണ്ട്. അപ്പം തൈരിൻ്റെ അളവ് നമുക്ക് പുളിയൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് അവസാനം തൈര് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ തൈര് ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കുകയാണ്. നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തരിയും അതായത് ഇങ്ങനെ തീരെ അറിയാതെ ഒന്നും ആവരുത്. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ശരിക്കും 1 കപ്പൊന്നും ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ ബാക്കി നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കുമല്ലോ. അപ്പം വേണ്ട ഗ്രേവിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നമ്മൾ പാകത്തിനായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് നമുക്കിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഉടച്ച് വേണമെങ്കിൽ കൊടുക്കാം. ഇത്ര മതി, കുറച്ച് കഷ്ണം കിടന്നോട്ടെ. അപ്പം ഇതിൽ നമ്മൾ വെള്ളം മുഴുവൻ വറ്റിയോണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം ഇതാ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒന്ന് തിളച്ച് വന്നാൽ മതി, കാരണം തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ എത്രയാണ് നമുക്കൊരു ഗ്രേവി എത്ര വേണം എന്നുള്ളത്, അതായത് നല്ല കുറുകിയ പോലെ ആണെങ്കിൽ ഇതുപോലെ തന്നെ മതി. അപ്പോൾ ഇനി കുറച്ചൊന്നും ഇങ്ങനെ ഒഴുകുന്ന രീതിയിൽ അങ്ങനെ കുറേ പേർക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് തൈര് കൂടെ ചേർക്കുന്നുണ്ട്. ഒരു പുളി കുറച്ചൊരു കുറവ് പോലെ തോന്നുന്നുണ്ട്. ഇത്തിരി തൈര് ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. ഒരുപാട് തിളച്ച് അങ്ങനെ ആവരുത്. തിള വന്ന് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ഇവിടെ ചേർക്കുന്നുണ്ട്. എരി നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. റെഡി ആയിട്ടുണ്ട്. തിള വന്നല്ലോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പ് കൊണ്ടുള്ള മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മൾ കാളം വെക്കുമ്പോൾ പച്ചക്കായ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണല്ലോ, കായ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേമ്പിൻ്റെ ഒരു സമയമാണ് വീട്ടിലൊക്കെ ചേമ്പ് ഉണ്ടാക്കുകയും അതുപോലെ ഇപ്പം പുറത്തുനിന്നും നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ചേമ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.